ഹായ് മുത്തുകളെ, അറക്കലാണ്. NMMSന് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഇൻസിറ്റു കൺസർവേഷൻ ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. അതായത് ജീവികളെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ, അവയുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ അവിടെ തന്നെ വെച്ചിട്ട് സംരക്ഷിക്കുന്ന പരിപാടിയാണെന്ത്? ഇൻസിറ്റു കൺസർവേഷൻ. അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ. എന്നാൽ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിന് പുറത്ത് പുറത്ത് സംരക്ഷിക്കുന്ന പരിപാടിയാണെന്ത്? എക്സിറ്റു കൺസർവേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൃഗശാലൊക്കെ ഇല്ലേ, മൃഗശാലൊക്കെ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആണോ? അല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആയിട്ടുള്ള കാടിൽ നിന്നൊക്കെ അവർ പിടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ മൃഗശാലയിലൊക്കെ എന്ത് ചെയ്യണം? സംരക്ഷിക്കുകയാണ്. അതാണ് എക്സിറ്റു കൺസർവേഷൻ. എന്നാൽ കാട്ടിൽ വെച്ച് തന്നെ അവർ സംരക്ഷിക്കുന്ന പരിപാടിയാണെന്ത്? ഇൻസിറ്റു കൺസർവേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇൻസിറ്റു കൺസർവേഷനിലെ പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളെ നമ്മളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതാണ് എന്ത്? നാഷണൽ പാർക്ക്. ഓക്കെ, നാഷണൽ പാർക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ പാർക്കിന് ഉദാഹരണം ഇരവികുളം സൈലന്റ് വാലി. പഠിച്ചു വെക്കുക, ഇരവികുളം സൈലന്റ് വാലി. ഇരവികുളം സൈലന്റ് വാലി കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് ഇരവികുളം. ഇടുക്കിയിലാണ്. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, പിന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഏറ്റവും പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ഏതാണ്? പെരിയാറാണ്. ഓർത്തു വെക്കുക. പിന്നെ അടുത്തത് ബയോസ്ഫിയർ റിസർവ്. ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. നീലഗിരി കേരളത്തിലെ 2 ബയോസ്ഫിയർ റിസർവ് ആണ്. ഒന്ന് നീലഗിരിയും 2 അഗസ്ത്യമലയും. അതിൽ നീലഗിരി ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. നീലഗിരി. ഓക്കെ അല്ലേ? പിന്നെ കമ്മ്യൂണിറ്റി റിസർവ്. കമ്മ്യൂണിറ്റി റിസർവ് ആണ് ഇത് കടലുണ്ടി. കമ്മ്യൂണിറ്റി റിസർവിൽ കായുണ്ട്, കടലുണ്ടിയിലും കായുണ്ട്. അങ്ങനെ ഓർത്തു വെക്കുക. ഈ കടലുണ്ടി സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലന്റെ ബോർഡറിലാണ്. അപ്പോൾ 2 ജില്ലക്കും എന്തുണ്ട്? അതിൽ പങ്കുണ്ട്. ഓക്കെ, അപ്പോൾ കടലുണ്ടി ഓർത്തു വെക്കുക. ആൻഡ് ലാസ്റ്റ് വൺ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. ഹോട്ട്സ്പോട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും, വൈഫൈ ഹോട്ട്സ്പോട്ട്. ഓക്കെ, അപ്പോൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണമാണ് ഹിമാലയ വെസ്റ്റേൺ ഗഡ്സ്. ഇതിൽ വെസ്റ്റേൺ ഗഡ്സ് ആണ് കേരളത്തിലുള്ളത്, പശ്ചിമഘട്ട മലനിരകൾ. പിന്നെ ഹിമാലയ എവിടെയാണുള്ളത്? അങ്ങ് നോർത്തിൽ. ഓക്കെ, ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലൊക്കെയാണ് ഏതുള്ളത്? ഹിമാലയ ഉള്ളത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം അറക്കൽ.